Hi friends, welcome to Femi's Kitchen. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാക്കിയത് വേണം. ഒരു 10 അച്ച് ശർക്കര പാനിയാക്കി എടുത്തതാണ് ഇത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ, 2 സ്പൂൺ കറുത്ത എള്ള്, ആവശ്യത്തിന് ഏലക്കാപ്പൊടി, ഏലക്ക പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. ആദ്യം തന്നെ അതിനായിട്ട് നമുക്ക് ഈ അരിയെ ഒന്ന് ഊറ്റി വെക്കാം. അരിയിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ശർക്കരപ്പാനിയിൽ തന്നെ അടിച്ചെടുക്കാം. നമുക്കിതിനെ നല്ല പേസ്റ്റായി അരിയേണ്ട, കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ട്, ശർക്കരപ്പാനിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട്. കുറച്ച് തരിയോട് കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂണോളം ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് ചേർത്താലും മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ചു വെച്ചൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മാവ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ നെയ്യപ്പം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നെയ്യപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ ആവുന്നത് വരെ വേവിച്ചെടുക്കും.
നമ്മുടെ നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ നെയ്യപ്പവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു.